പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത്. പക്ഷേ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാ വചനത്തിലുണ്ട്. 16:8 വായിച്ച എസെക്കിയേലിന്റെ, ഞാൻ വീണ്ടും ആ ദൈവം വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരണത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകണത്. അത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ, എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനും, സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും, മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് ഉടമ്പടി തരണത്. പേര് അജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടവേളിൽ നിന്നും വരുന്നു. ഞാനിവിടെ ആദ്യം ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇടയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 19 ഞാൻ എൻ്റെ ഒരു ബന്ധു മുഖാന്തരമാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അതിനുശേഷം ഞാനിവിടെ വരികയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ആ നിയോഗങ്ങളെല്ലാം ഇപ്പം മറന്നുപോയി എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു 30 വർഷത്തോളമായി ഉണ്ടായിരുന്ന അലർജി രോഗം, ശ്വാസം മുട്ടലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറി. അതുപോലെ അങ്ങനെ അതെനിക്കൊരു സാക്ഷ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ എനിക്ക് നടന്ന്. പിന്നെ അത് അടുത്തതായി എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീട് ഞാൻ 20ഓളം വർഷമായി ഞാനൊരു വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോഴന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ടാക്സ് കുറച്ചാണ് വെച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം എൻ്റെ ടാക്സ് ഒരു 45,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എഴുതി വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ നിവർത്തിയില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഒരാൾ ദൂരെ താമസിക്കുന്നു, വേറൊരാളും ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ പേപ്പറിനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് എന്താണെന്ന് പരിഹാരം കാണുക എന്ന് ചെയ്യുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് ഫാദർ പറഞ്ഞത്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ, അല്ലാതെ ഞങ്ങളുടെ വേറെ കുഴപ്പം കൊണ്ടല്ല, അത് ടാക്സ് അന്ന് ശരിക്കും വെക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്, ചെറിയ പൈസയെങ്കിലും അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ചെറിയ പൈസയൊന്നും അടയ്ക്കേണ്ടി വരരുത്, അങ്ങനെ ഒരു പൈസ അടയ്ക്കേണ്ടി വരുന്നെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ആളുകളെ ഒരു വണ്ടി പിടിച്ചിവിടെ കൊണ്ടുവരും. അപ്പോൾ അമ്മ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അമ്മ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പറെ കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ മെമ്പർ പറഞ്ഞ് പേടിക്കേണ്ട, ഞാനത് മുഖ്യമന്ത്രിയുടെ PAക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ മെമ്പർ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കൊടുക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു.
എന്തോ അമ്മയുടെ കൃപയാൽ ഇതുവരെ ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ അതിനുശേഷം ഒരു പൈസ അടയ്ക്കേണ്ടി വന്നില്ല. ഞാൻ അങ്ങനെ ആളുകളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലായിരുന്നു, അത് എറണാകുളത്തായിരുന്നു വീട്. അപ്പം ഞാൻ അവിടെ എന്തോ കാര്യത്തിന് പോയിട്ട് 2 ആഴ്ചയോളം അവിടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അത് വെച്ചിട്ട് പോയത്. അപ്പോൾ പിന്നെ അദ്ദേഹം അത് മറന്നുപോയി. പിന്നെ അത് സന്ധ്യയോടുകൂടി പുറത്ത് പോവുകയും പുറത്ത് പോയിട്ട് രാത്രി 8 മണിക്കൊക്കെയാണ് തിരിച്ച് വന്നത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ മോൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ബൈബിൾ വായിക്കുകയും അവിടുത്തെ ജോലികളൊക്കെ തീരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുക ചെയ്ത് പ്രാർത്ഥനയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ്. ഇളയ മോൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പെരയ്ക്കകത്ത് മൊത്തം പുക കയറി എന്തോന്ന് അറിയാൻ വയ്യാതെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ കലത്തിലിരുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റി ആ കല ഒരു തീഗോളമായി ഇരിക്കുന്നു. അടുപ്പും എല്ലാം ചൂടായി കരിഞ്ഞ് ഇരിക്കുന്നു. അപ്പം അത് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അതെൻ്റെ ഒരു 3ാമത്തെ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് വീണ്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ ഈശോയും മാതാവുമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ ഒരു 7:30 മണിയായപ്പോഴത്തേക്ക് ഒരു വലിയൊരു പാമ്പ് വന്ന്, അത് പാമ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷമുള്ള ഒരു അണലിയായിരുന്നു അത് വന്നത്. പക്ഷെ അതിൻ്റെ ഞങ്ങൾ വന്നെന്ന് ഒരാളെ എൻ്റെ അടുത്ത് വിളിച്ച് റോഡിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞ് വീട്ടിലോട്ട് കയറിയെന്ന് പറഞ്ഞ് അതെങ്ങോട്ട് പോയെന്നറിയാമേ ഞാൻ ടോർച്ചടിച്ച് അവിടെ എല്ലാം നോക്കിയിട്ടും അതിനെ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അടുക്കള വശത്തൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഞാൻ പേടിച്ച് ഞാൻ അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫിസിൽ അടിക്കുന്ന കണക്കുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലിപ്പോൾ ഇച്ചിരി പണി നടക്കുമായിരുന്നു. അപ്പോഴാ ഒരു ജന്നൽ മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ജന്നൽ മാറ്റി വെച്ചുകൊണ്ട് അതിന് കതകില്ലായിരുന്നു. അപ്പോൾ ആ കതകിൻ്റെ പുറത്തൂടെ കതകില്ലാത്തതുകൊണ്ട് ജന്നലിൽ കൂടെ വെട്ടം വെളിയിലടിച്ച് ഞാനിങ്ങനെ ജന്നലിൻ്റെ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അണലി ഇങ്ങനെ ചുറ്റി കിടന്ന് പൂച്ച ഒരു 3-4 എണ്ണം അപ്പുറത്തൊക്കെയുള്ള പൂച്ചകളാണ്. അത് 3-4 എണ്ണം ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ പാമ്പിന് പോകാനും പറ്റുന്നില്ല. അതേ പൂച്ച കണ്ടുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ വീട്ടിൽ മക്കളൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ക്രിസ്മസ് അവധി ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെ അപ്പോഴത്തന്നെ ഫോറസ്റ്റിൽ ആളിനെ വിളിച്ച് കൊണ്ടുവന്ന ആ അണലിയെ പിടിച്ചുകൊണ്ടത് ഭയങ്കര വിഷമുള്ളതായിരുന്നു. പക്ഷേ അതും എൻ്റെ ഈശോയും മാതാവ് എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിവിടെ എല്ലാ മാസം തോറും വരികയും പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിൽ ബാങ്കുകളിൽ ഞാൻ എവിടെയാണോ പോകുന്നത് അവിടെ എല്ലാം ഞാനിതൊക്കെ കൊണ്ടു കൊടുക്കുകയും പിന്നെ ചോറ് പൊതിയും പിന്നെ രോഗികളെ കാണാനായിട്ട് ആശുപത്രിയിൽ പോവുകയും ഒക്കെ ചെയ്യും. പിന്നെ രോഗികളായി അടുത്തൊക്കെയുള്ള രോഗികളെ കാണാനായിട്ട് വീടുകളിൽ പോവുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ മക്കളൊക്കെ തരുന്ന പൈസയിൽ നിന്നാണ് ഞാനും കാരുണ്യ പ്രവർത്തികളായിട്ട് അവർക്ക് രോഗികൾക്ക് വേണ്ടുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെയും ചെറിയ പൈസകൾ എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ 1000-ഓ 2000-ഓ 1500-ഓ ഒക്കെ വെച്ച് ഞാൻ അവിടെ കൊടുക്കുകയും പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ തന്നെ ഞാൻ എൻ്റെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. റോഡിൽ നടന്നു കൊടുക്കും. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. ഇനിയും എനിക്ക് അവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അജിത എന്ന ഈ സഹോദരി ഉടമ്പടിയെടുത്ത് ഇവിടെ നിന്ന് പോയതിനു ശേഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് ലഭിച്ച സംരക്ഷണ സഹോദരിയുടെ ഏറ്റുപറഞ്ഞത് അവരുടെ വീടിൻ്റെ കടബാധ്യതകളെല്ലാം വളരെ പെട്ടെന്ന് ഈശോ കുറച്ചു കൊടുത്തതായും അതിനെല്ലാം ഒരു വലിയ സമാധാനം അവർക്ക് ലഭിച്ചതായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ അസാധ്യമെന്നത് തോന്നുന്ന കാര്യങ്ങളായാലും കാനായിലെ വിവാഹം പോലെ അസാധ്യതകളുടെ മേൽ എനിക്ക് യാതൊരു മെറിറ്റ് ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ലോൺ എടുക്കാൻ സാധ്യതകളില്ലെങ്കിൽ തന്നെയും എനിക്ക് വേണ്ടിയുള്ള സാധ്യതകളെല്ലാം വീട്ടിലേക്ക് കടന്നു വരുന്നതായി ഈശോയുടെ അനുഗ്രഹത്താൽ അവരുടെ കുടുംബം രക്ഷപ്പെടുന്നതായി ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു.
അതുപോലെ തന്നെ 30 വർഷമായിട്ടുണ്ടായിരുന്ന ഈ മകളുടെ അലർജി രോഗം ഈശോ സൗഖ്യപ്പെടുത്തിയതായി മകൾ ഏറ്റുപറയുന്നു. അവരുടെ കുടുംബത്തിലുണ്ടായ രണ്ട് വലിയ സംരക്ഷണത്തെക്കുറിച്ച് സഹോദരി പറയുകയുണ്ടായി. അണലിപ്പാമ്പ് അവരുടെ വീട്ടിൽ വന്ന് ചുറ്റിക്കിടക്കുകയും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ഗ്യാസ് ഒരു ദിവസത്തോളം കത്തി അതൊരു തീഗോളമായി നിൽക്കുകയും എന്നാൽ അവരുടെ വീടിന് യാതൊരു അപകടവുമില്ലാതെ അവർ രക്ഷപ്പെട്ടതായും സാക്ഷ്യപ്പെടുത്തുന്നു. നാം ഉടമ്പടി എടുക്കുമ്പോൾ ഒരുപാട് മക്കളാണ് അപകടങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായി സാക്ഷ്യങ്ങളോട് ഏറ്റുപറയുന്നത്. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരത്തേക്കാൾ അതൊരു വലിയ സംരക്ഷണമാണ്. നാം പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവും അധികാരവുമാണ് ഈശോ നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നൽകുന്നത്. ഉടമ്പടി എന്നാൽ അതൊരു വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധിയോടെ നാം ജീവിക്കുമ്പോൾ ആത്മാവിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മോട് ഏറ്റുപറയുന്നു. നാം വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാനും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രീൻ സിഗ്നലിട്ട് ഈശോയ്ക്ക് കൈമാറാനും ആ ഒരു ജീവിത വിശുദ്ധിയിൽ നാം ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ സംരക്ഷണവും നമുക്ക് ജീവിക്കുവാനും സാധിക്കുമെന്നതാണ് അജിതകുമാരി ഇവിടെ ഏറ്റുപറയുന്നത്. അജിതയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും സൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് പരിശുദ്ധവും പരിഭാവനവുമായ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ സാക്ഷ്യം പറയാൻ എനിക്കിട തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് 2022 മെയ് 1 തീയതിയാണ് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ജൂൺ 3 തീയതി 2023 ജൂൺ 3 തീയതിയും 2024 ഓഗസ്റ്റ് 10 തീയതി ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വിവാഹത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നു. അതിനെല്ലാം ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. അതിനാദ്യം ഞാൻ പറയുന്നത്, ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു. 10-10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അന്നത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് ഇങ്ങനെ മാതാവ്, നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി എന്നോട് പറയുകയാണ്, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്തിയാ ആരെ ആഡ് ചെയ്യാത്തത്, എന്നെ മാത്രമല്ലോ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അതിനകത്ത് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആ ചേച്ചി പറഞ്ഞു, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ആ ഗ്രൂപ്പിന് ആവേ മരിയ എന്ന് പേര് കൊടുത്തു എന്ന്. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പിന് 10-10-2023 ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ഏഴക്കർനാട് ഏഴക്കർനാടിലെ മണിയുടെ എന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 പ്രാവശ്യം ജപമാല റാലിക്ക് ആളുകളെ കൊണ്ടുവന്നു. അതുപോലെ ഒത്തിരി പേര് അതിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ അതിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്നും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിലുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ, മാതാവേ ഈ ദിവസം എന്താവണം, ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് ഞങ്ങളെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോന്നി, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വെച്ചാൽ ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളുടെ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു, ഒരിക്കലും ആ വാർഡ് ഈ പ്രാവശ്യം വനിതാ വാർഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല. എന്തെങ്കിലും മാതാവിന് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷേ വാർഡ് സംവരണ ഞെരുക്കെടുപ്പിൽ ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡ് ആവുകയും ആ ഇലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വാശിയേറിയ മത്സരങ്ങളായിരുന്നു. ഇത് അച്ഛൻ പറയും, ട്രോളുകളാണ് കൃപാസനത്തെ വളർത്തിയെന്ന്. എങ്ങനെ പക്ഷേ ഞാനും ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പിന്മാറേണ്ടി വരുന്ന ഒരു സമയത്ത് പോലും അപ്പോൾ അവിടെ ഒരു ട്രോൾ ഇറങ്ങി, നാട്ടുവാർത്ത എന്നൊരു ഇതിനകത്തൊരു ട്രോൾ ഇറങ്ങി, കൃപാസന മാതാവ് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി എനിക്ക് അവസരം തന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്മാറാൻ ചിന്തിച്ചപ്പോഴൊക്കെ മാതാവ് എന്നോട് പറയുകയാണ്, നീ പിന്മാറിയാൽ ഞാൻ തോറ്റുപോകും, നീ ശക്തമായിട്ട് മുന്നോട്ട് പോകുക എന്ന്. മാതാവ് തന്നെ എനിക്ക് ലഭിച്ച വോട്ട് വരെ മാതാവ് തന്നെ എന്നെ സ്വപ്നത്തിൽ കാട്ടി തന്നിരുന്നു. അങ്ങനെ ഒരു വീട് കയറാൻ പോകുമ്പോഴൊക്കെയാണേലും എനിക്ക് തോന്നും, ഞാൻ തന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന്. തന്നെ നടക്കുന്ന എന്നായിരുന്നു
എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. മാതാവ് എൻ്റെ കൂടെ ഓരോ വീടുകളിലും വരും എന്നുള്ള വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത്. നാടുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതുപോലെ എൻ്റെ കൂടെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു അയനയ്ക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ 2 പഞ്ചായത്ത് മെമ്പർമാർ ആ മണിയുടെ പഞ്ചായത്തിൽ കിട്ടി. അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ലേക്കുള്ളൊരുന്ന്. ഞാൻ ഒരിക്കലും ആ സ്ഥാനമൊന്നും മോഹിച്ച് വന്ന വ്യക്തിയല്ല. ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണേന്ന്. പക്ഷേ മാതാവിനോട് ഞാനൊരു പൂവിൻ്റെ ഇതള് ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം നിറയെയാണ്. ഇനി ആ പൂന്തോട്ടം നിറച്ച് കാത്തു സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് അതിനുള്ള ശക്തിയും സഹായവും മാതാവ് തന്നെ തരണമേ എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മണിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഞായറാഴ്ച തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പനിയായിരുന്നുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതാണ് ഒരു സാക്ഷ്യം. പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, അമ്മ മാതാവ് ഓരോ വീടുകളിലും ചെന്ന ഒരു പ്രതീതി. ഞങ്ങൾ ഓരോ എല്ലാ മാസവും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകളും ഞങ്ങൾ ഗ്രൂപ്പിൽ കൂട്ടായിട്ട് തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിന് ഫലമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടിയത്. ഇതൊക്കെ അമ്മ മാതാവിനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പോരുമ്പോൾ പറയും, മാതാവിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഒരു ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഗ്രൂപ്പിന്. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് തൃശ്ശൂർ മെയിൻ റോഡ്, നിങ്ങൾക്കറിയാം തൃശ്ശൂർ മെയിൻ റോഡിൻ്റെ അവസ്ഥ. മെയിൻ റോഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് വന്നിടിച്ച് ചേട്ടൻ പറയുന്നുണ്ട്, ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ തെറിച്ച് റോട്ടി വീണെന്ന്. പക്ഷേ ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ടായി. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ നോക്കുമ്പോൾ ചേട്ടനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ചേട്ടനും കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. ചേട്ടൻ ഇവിടെ നിന്ന് മേടിക്കുന്ന ഒരു കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശേഷം ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നീ എൻ്റെ വണ്ടിയുടെ മുകളിലൂടെ തെറിച്ച് റോട്ടി പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് രൂപം തെറിച്ച് നിൻ്റെ അടുത്ത് വീഴുന്നതുമായിരുന്നെന്ന്. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടിയിലും ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ കൃപ ലഭിക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവരെയും മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നുമായിരുന്നു. ആ മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ബോധ്യം മാതാവ് എന്നെ കാട്ടിത്തന്നതായിരുന്നു ആക്സിഡൻറ്റ്. ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അത് ഞങ്ങൾക്ക് അന്ന് ചിലവായ പൈസയും വണ്ടി നന്നാക്കിയതും എല്ലാം അവർ തന്നെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ബാധ്യതയും ഉണ്ടായില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ കൃപയും സംരക്ഷണവുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അന്നത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയും. നമുക്കുടെ മനസ്സിൽ തോന്നുന്ന വിഷയമായിരിക്കും അച്ഛൻ അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ വരുന്നത്. പല ഘട്ടങ്ങളും നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അന്നത്തെ രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്ന ആ വിഷയമായിരിക്കും. അപ്പം നമുക്കതിന് ഉത്തരം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവും ഈശോയും ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ യാക്കോബിറ്റ്സ് ഇതിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഏഴക്കനാട് മലങ്കര ജ്ഞാനായ കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ കുറേ ആളുകൾ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, എല്ലാ ദിവസവും 6:30 കുർബാനയുണ്ടെന്ന്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അവിടെ കുർബാനയ്ക്ക് പോകാനും അതെനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് 12ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഈശോയെ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെന്നും ഈശോയെ സ്വീകരിക്കണം, നമ്മളെന്നും ഈശോയുടെ കൂടെ നടക്കണം. ആ ഒരു ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ആത്മീയമായി എൻ്റെ വീട്ടിലാണേലും നേരത്തെ ഞങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഇപ്പോൾ മെയ് 1 22 മെയ് 1 ഉടമ്പടി എടുത്ത് അന്നോട്ട് ഇന്ന് വരെ മുടങ്ങാതെ രാവിലെ 5:30 തൊട്ട് 6:30 വരെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചെയ്യും. വൈകിട്ടാണേലും ചേട്ടനാലും വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ മാതാവിൻ്റെ ഉടമ്പടിയിലും വചനത്തിലും വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത അവസാന
അവസാനം വരെ ഈ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതുപോലെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മണിയുടെ ഗ്രാമപഞ്ചായത്ത് എന്ന എല്ലാ ജനങ്ങളെയും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളുകളിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ് നിൽക്കുന്ന. കുട്ടിക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ, നാടിന് സമൂഹത്തിനും ഒരു മാറ്റമുണ്ടാവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അയന. കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടുന്ന് നിങ്ങളെ തക്ക സമയത്തും ഉയർത്തും എന്നൊരു വചനം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ്. ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഞാൻ ഒരു ഉടമ്പടി എടുത്തത് മാർച്ച് 23, 2025 അതിനോടനുബന്ധിച്ച് ഇതുവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സഞ്ചാരി മാതാവ് ശരിക്കും കൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നോ ഈ ഒരു ഫീൽഡിൽ യാതൊരു പരിചയമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇതെനിക്ക് മാതാവ് നൽകിയ ഒരു നിയോഗമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോമിനേഷൻ സൈൻ ചെയ്യുന്നതിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല, ഇതിൽ നിന്ന് ഞാൻ പിന്മാറി ഫെയിലായി കഴിഞ്ഞാലും എനിക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എന്നെ നല്ലൊരു ഭൂരിപക്ഷം നൽകി എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. ഞാൻ അതായത് ജോലി, വീട്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പല ആളുകളെ വരെ ആ നാട്ടിൽ അറിയില്ല. എന്നിരുന്നാലും അതിനുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു, നമ്മൾ വിശേഷ വിദ്യയായി മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. ഞാനന്ന് മനസ്സറിഞ്ഞ് മാതാവിനോട് ഞാൻ ഇത്രമാത്രം ചോദിച്ചു, അമ്മ എനിക്ക് വിശേഷ വിധിയായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന്. അത് ഞാനിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതിൽ വിജയം കൈവരിച്ചതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ജനസേവ ചെയ്യാനായിട്ട്. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇതുപോലെ പത്രം വിതരണം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതോടുകൂടി എനിക്ക് ഒത്തിരി രോഗികളെ കാണാം, ഒരുപാട് പേർക്ക് ആശ്വാസമേകാനായിട്ട്, അതായത് ദൈവത്തെ കൊടുക്കാം, മാതാവിന് നൽകാം, വചനം അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും. തൈലം ഉപയോഗിച്ച് ഞാൻ കുരിശ് വരച്ച് ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കരുതുമായിരുന്നു. എനിക്ക് അനേകം ആളുകളെ കാണുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ട് വന്ന അന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, അതായത് 237 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി മാതാവ് എനിക്ക് വിജയം നൽകി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ജയിക്കുമായിരിക്കും, ഒരുപക്ഷെ ഒരു 30-50 വോട്ടിന്. അത്ര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. മാതാവ് എന്നെ കൂടെ നിർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു IBPSൻ്റെ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എനിക്ക് ഈ ഒരു വിഷയം അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ട് പറ്റി. അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമായിട്ട് മാതാവ് എനിക്ക് വേറൊരു വഴി കണ്ടെത്തി തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് പ്രതിഷ്ഠീകരണം പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടായാലും മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ മാതാവ് ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞ് എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേർക്ക് കൈ നീട്ടി തരുകയാണ്. മാതാവിൻ്റെ എന്നോട് കൈ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കൈ എനിക്ക് മാതാവിൻ്റെ തിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ ഒരുപാട് ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹം മാതാവിൻ്റെ ജീവിതത്തിൽ നൽകി. ഇനി എൻ്റെ നിയോഗങ്ങൾ എന്നതിലുപരി എനിക്കിപ്പോൾ ഒരു നിയോഗം, ഞാൻ വെച്ചിരിക്കുന്ന നിയോഗം നടന്നില്ല എന്നിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്തിനും ഏതിനും ദൈവം എൻ്റെ കൂടെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന് ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെ പോയി അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ രോഗികളായുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:6 നൽകുന്നത് ഭൗതികമായ ചെറുതും വലുതുമായ കാര്യങ്ങളാണ്. പക്ഷേ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ഭാഗമായിരിക്കും. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നത്. അതുതന്നെയാണ് ദൈവമാതാവായി ദൈവം തിരഞ്ഞെടുത്തത് അമ്മയാണ്. അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അവകാശമാണത്. അതുപോലെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ഈ മക്കളും നമ്മളോട് ഷെയർ ചെയ്തത്. അയനയും ഷിജി ബിജുവും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവം തിരഞ്ഞെടുത്ത, ദൈവം അളന്നു കൊടുത്ത ഒരു വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ കൂടെ ഉടമ്പടി ജീവിതം എന്താണെന്നറിഞ്ഞതും ആത്മാർത്ഥമായ ജീവിതം നയിച്ചപ്പോഴുമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴികൾ ഈശോയും അമ്മയും തെളിച്ചു കൊടുത്തത്. ഈ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രവർത്തനത്തിനായിട്ടുള്ള ഒരു നല്ലൊരു അവസരം ഇവർക്ക് ഈശോ നൽകുകയും ഒരാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായും മറ്റൊരാൾ പഞ്ചായത്ത് മെമ്പറായിട്ടുമാണ് നമ്മുടെ മധ്യേ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വരുന്നത്. വിശേഷവിധിയായിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് നമ്മൾ കേട്ടത്. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാക്കിയതും പിന്നെ അവിടെ പല ട്രോളുകൾ വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്: തോറ്റുകൊടുത്ത് പിന്മാറേണ്ട, അമ്മ ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കാം. കൃപാസനത്തിനെ പറ്റി പല ട്രോളുകളും വന്നിട്ടുണ്ട്. ഓരോ ട്രോളുകൾ വരുമ്പോഴും കൂടുതൽ ആൾക്കാർ ഈശോയെയും അമ്മയെയും അറിയുവാനാണ് സാധിച്ചിരിക്കുന്നത് ഈ ട്രോളുകൾ വഴി. പല ട്രോളുകളും നമുക്കൊരു മെറിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും കൂടുതൽ ആൾക്കാർ ആഴത്തിലറിയുവാനുള്ള ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ മകൾക്ക് അങ്ങനെ കേട്ടപ്പോൾ ഈ മകൾ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പിന്മാറാൻ ശ്രമിച്ചാൽ അമ്മ ചിലപ്പോൾ തോറ്റുപോകും, അമ്മ കൂടെയുള്ളപ്പോൾ ഒന്നും പേടിക്കേണ്ട, അമ്മ കൂടെ വരും. അങ്ങനെയാണ് ഈ മകൾ ഇലക്ഷനിൽ നിന്നത്. ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു. ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ഐക്യമുണ്ട്. പിന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അയന പറഞ്ഞതുപോലെ വിശേഷവതിയായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ സാധിച്ചു. വിജയം കിട്ടിയപ്പോൾ വചനത്തിലാണ് അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതമാണ്. സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി. ഓരോ വീടുകൾ കയറി നടന്നപ്പോൾ പരിശുദ്ധമ്മ കൂടെ ഉള്ളതായിട്ടാണ് ഇവർക്ക് മനസ്സിലായത്. ഇവരുടെ മെറിറ്റ് ഇല്ല, പക്ഷേ ഈശോയും അമ്മയും കഴിഞ്ഞു കൊടുത്ത ഒരു ഗ്രേസാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണെന്ന് ഇവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയിലും അമ്മയിലും പൂർണ്ണമായും നമുക്കും വിശ്വാസം അർപ്പിക്കാം. ദൈവത്തിലുള്ള ആശ്രയം അതാണ്. ഈ അമ്മ മാതാവിനെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് മറുപടി പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തെയും ആശ്രയത്തെയുമാണ് നമ്മൾ കാണുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ തരിക. ദൈവഹിതം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ എന്തായാലും
ദൈവമാണ് നമ്മുടെ ഓഹരിയെങ്കിൽ നമുക്ക് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ മക്കൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പാവനമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ കുടുംബത്തോടൊപ്പം ഞങ്ങളെ യോഗ്യരാക്കിയതിനെക്കുറിച്ച് ഓർത്ത് പരിശുദ്ധ ദൈവമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് നിതിൻ, ഹസ്ബൻഡിൻ്റെ അമ്മ അനു, മക്കളായ ഡിലാൻ തോമസ് ജോർജ്, ഡിയേഗോ ജോസഫ് ജോർജ്, ഡേവിഡ് വർക്കി ജോർജ്, ഡാനിയൽ മാനുവൽ ജോർജ്. എൻ്റെ പേര് റിൻസി ജോസഫ്. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുകയും അത് ഞങ്ങളാൽ കഴിയത്തില്ലാത്ത രീതിയിൽ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും അതുവഴി ഞങ്ങൾ ആത്മീയമായ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. അങ്ങനെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതുവഴി ഞങ്ങൾ അന്നേ ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 30 2023 ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത് 2022 നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലോട്ട് പോരുകയും ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതുവഴി ഒരു ജോലി ലഭിക്കണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2023 തിരിച്ച് ഞങ്ങൾ കുവൈറ്റിന് ചെല്ലുകയും ആ സമയത്ത് ഞങ്ങൾ മൂത്ത മകനെ കൊണ്ടുപോയില്ല, അവൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു ചെല്ലുന്നപ്പോൾ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പല ക്ലിനിക്കുകളിലും ഞാൻ എൻ്റെ CV കൊടുത്തു. പക്ഷേ അവിടെയൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് NOC കിട്ടിയില്ലായിരുന്നു, ലൈസൻസ് മാറ്റാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ വേറൊരു ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ CV കൊടുക്കുകയും അവിടുന്ന് എനിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ എൻ്റെ എല്ലാ ലൈസൻസ് മാറ്റാം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് ഈ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2023 ഡിസംബറിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും 9 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യം വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. ആ 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ജോലി നൽകി. അതുപോലെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. മൂത്ത മകൻ നാട്ടിലായിരുന്നു, കാരണം അവനൊരു വിസ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ സാധിച്ചില്ലായിരുന്നു. ഹസ്ബൻഡ് ഡിസംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വിസയും കാര്യങ്ങളും എല്ലാം റെഡിയാകുകയും അമ്മ മാതാവ് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് തരികയും തിരിച്ച് ഹസ്ബൻഡ് പോരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവരുവാനും സാധിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു, കാരണം ആ സമയത്ത് അവിടെ അഡ്മിഷൻ എല്ലാം തീർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്കൂളിൽ മാത്രമായിരുന്നു അഡ്മിഷൻ ഓപ്പൺ ആയിരുന്നത്. അവിടെ ഞങ്ങൾ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊന്നും എഴുതുകയൊന്നും ചെയ്തില്ല. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനോട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ കുറേ പൈസ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവരുടെ അഡ്മിഷനൊക്കെ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്നേ ദിവസം എന്നാണോ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, അതായത് ലാസ്റ്റ് ദിവസമായിരുന്നു ആ സ്കൂളിൻ്റെ. ആ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പൈസ അമ്മ മാതാവ് ഈ തരാനുള്ള ആളിൽ നിന്ന് ഞങ്ങൾക്ക് തരികയും അതിൻ്റെ അഡ്മിഷൻ എടുക്കാനും സാധിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട് നിറഞ്ഞ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞാനവിടെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത്
ഈ 2024 മെയ് മാസം വണക്കമാസ പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1-ാം തീയതി ഞാൻ ഈ 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ജാനുവരി മാസം 1-ാം തീയതി ഈ കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 2021 ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കുവൈറ്റിൻ്റെ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് ആദ്യം പോരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് 2023 ജൂലൈ മാസത്തിൽ അവിടെ നിന്ന് ഒരു കോൾ എനിക്ക് വന്നു. നിങ്ങൾക്ക് ജോലി പ്രോസസ്സിങ് ചെയ്യാം, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ നിന്നെ ഞങ്ങൾ വിളിക്കും, വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എക്സാം എഴുതിയ ആ ബാച്ചിലുള്ള എല്ലാവരുടെയും എക്സാം പേപ്പർ മിസ്സിങ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുവൈറ്റിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഹസ്ബൻഡ് ഇവിടെ വന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതും. അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, നഷ്ടപ്പെട്ട ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മിഷൻ മദർ മേരിയിൽ. അങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ നിയോഗം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അമ്മ മാതാവ് 2024 മെയ് മാസം ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ആ മെയ് മാസം തന്നെ വണക്കമാസത്തിൽ തന്നെ 28-ാം തീയതി അവിടുന്ന് എനിക്ക് ഒരു കോള് വന്നു, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ജോലി റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ജോലി എനിക്ക് പരിശുദ്ധ ദൈവമാതാവ് കൊണ്ടുതന്നതാണെന്ന് ഉറപ്പാണ്. കാരണം ആ മെയ് മാസം വണക്കമാസ പ്രാർത്ഥനയിൽ ലാസ്റ്റ് ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഈ വണക്കമാസ പ്രാർത്ഥന ചൊല്ലി പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ 28-ാം തീയതിയാണ് ഈ ജോലി നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സമയത്ത് ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യണമായിരുന്നു, മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ വാലിഡിറ്റി 6 മാസമാണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിലും എവിടെയൊക്കെയാണോ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യാൻ പോയയിടത്തും മെഡിക്കൽ ചെയ്യാൻ പോയയിടത്തും എല്ലാം ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ ദൈവമാതാവ് നടത്തി തന്നു. അങ്ങനെ 2025 മെയ് മാസം 9-ാം തീയതി ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ആ 28-ാം തീയതിയാണ് എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. ഈ 8-ാം തീയതി 9-ാം തീയതി ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവമാതാവ്, ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് തിരിയിൽ അടയാളമായി 8 എന്ന നമ്പർ, 9 എന്ന നമ്പർ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഹാർട്ട്, ഈശോയുടെ ഹാർട്ട്, പരിശുദ്ധ അമ്മയെ ചിറക് വിരിച്ച അമ്മയെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവൈൻ മേഴ്സി കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് പ്രാപൻ്റെ രൂപത്തിലുള്ള രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ അമ്മ മാതാവ് തിരിയേൽ ഞങ്ങൾക്ക് അടയാളമായി കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷ്യപ്രാർത്ഥനമായി ഞങ്ങൾ ചെയ്യാറുള്ളത് കൃപാസനത്തിൽ നിന്ന് പല ഭാഷകളിലെ പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഇങ്ങനെ പല ഭാഷകളുടെ കുവൈറ്റിലെ പല ഭാഗത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. നേരിട്ട് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായ ഒരുപാട് പേരുടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. ഒരു ജപമാല അവർക്ക് വേണ്ടി സമർപ്പിച്ച് ചൊല്ലാറുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാർഡ്
ഒരു പേപ്പറിൽ പ്രത്യക്ഷ പ്രാർത്ഥന പല ഭാഷയിൽ QR കോഡ് കൂട്ടി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കും ഈ പത്രത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇവിടെ നാട്ടിലാണെന്ന് പറഞ്ഞാലും ഓൺലൈനിൽ പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞാലും ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പലർക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് പ്രധാനമായിട്ട് സാമ്പത്തിക സഹായമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും. പിന്നെ നാട്ടിൽ അയച്ചു കൊടുക്കും. പിന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ കേസുകൾ വരുമ്പം അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജപമാല കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. മിഷൻ മദർ മേരി ഗ്രൂപ്പിൻ്റെ കൂടെ ജപമാല കെട്ടി കൊടുക്കാറുണ്ട്. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇതോടെ സാധിച്ചു. കാരണം ആദ്യത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊരു നല്ലൊരു മാതൃകയാകാനുള്ള പറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഇഷ്ടമുള്ള പോലെ അവരും ചെയ്ത് നടക്കുമായിരുന്നു. നേരെ പള്ളി പോലും പോകുന്നില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് കൂടെ വരുമെന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ദൈവത്തെ മനസ്സിലാകുന്നു. അമ്മ കൂടെ വരും, ഈശോ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ശരിക്കും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ഉണ്ട്. ആദ്യമൊരു വിശ്വാസമായിരുന്നു. പക്ഷേ അതൊരു അനുഭവമാക്കി ഓരോ പരിശുദ്ധ കുർബാനയിലും അതിൽ സ്വീകരിക്കുമ്പോൾ ശരിക്കും ഈശോ അപ്പമായിട്ട് മാറുന്നുണ്ട്. ഈശോയുടെ ശരീരം രക്തമായി മാറുന്നുണ്ട്. അത് പല ടേസ്റ്റ്, അതായത് നാവ് പൊള്ളുന്ന രീതിയിൽ മധുരമായിട്ട് നമ്മൾ കുമ്പസാരമൊക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച എന്നുള്ള 3 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം കയ്പായിട്ടും പുളിയായിട്ടൊക്കെ മാറും. അല്ലാത്ത മധുരമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ വരുന്ന അനുഭവം. ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം മാഞ്ഞുപോയി. പള്ളിയിൽ കയറാണ്ട് അവിടെ ഒരു ഫോൺ വന്ന് ഇമ്പോർട്ടൻറ്റ് പള്ളിയാണ്, കുർബാനയാണ്, പരിശുദ്ധ കുർബാനയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു നിമിഷം ആ ഫോൺ വന്നപ്പോൾ ആ ഫോൺ വെക്കാഞ്ഞതിന് കയ്യിൽ നിന്ന് കാശുരൂപം മാഞ്ഞുപോയി. പിന്നെ ക്ഷമ പറഞ്ഞ് മനസ്സാപുരം ചൊല്ലിക്കൊണ്ട് മുട്ടയൊക്കെ തീർന്ന് അവിടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആ നോക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരടി പൊക്കത്തിൽ നിന്ന് ആകാശം ഇട്ട് തന്നു. ശരിക്കും ദൈവം ഒരു യോഗ്യതയില്ല. എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നേക്കുന്നതെന്ന് നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ മാറുന്ന സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വല്ലതും മിസ്സായെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. മക്കളെ കൂട്ടി ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് 4 മക്കളാണ് വന്നേക്കുന്നത്. മക്കളെല്ലാം കൂട്ടി എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാറുണ്ട്, സാധിക്കാറുണ്ട്. ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ആത്മഹത്യയുടെ വക്കിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നും തിരിച്ച് അവൻ ജീവിതത്തിലേക്ക് വന്നു. ഭയങ്കരമായ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം അമ്മ അവനെ ഇട്ടിച്ച് പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൽ അവൻ്റെ പേര് കാണിച്ചു തന്നു പരിശുദ്ധ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന് 2ാം പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുവാനും അവനെ സഹായിക്കുവാനും ഉടമ്പടി ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്നും അവന് ഡീപ്പോർട്ട് ചെയ്യാതെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് അവനെ നാട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നു. തിരിച്ച് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നും ഭയങ്കരമായ ദുഃഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ രാത്രിയിൽ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവൾ 2ാം പ്രാവശ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്നറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിൻ്റെ പാപഭാരങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേ ദിവസം തന്നെ പോയി അവൾ കുമ്പസാരിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഈ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞപ്പോൾ അവളും പ്രഗ്നൻ്റായി. ഈ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കും ദൈവമാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക്, ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തും ഞാൻ കാണുന്നവർക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കും എല്ലാം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുക്കാനും
ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കുറിച്ച് ഓർത്ത് ഈ അനുഗ്രഹങ്ങൾക്കും കൃപകളും ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് ഞങ്ങൾ ഈ ജപമാല കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടൊന്നും ആരും അങ്ങനെ സമയമൊന്നും കണ്ടെത്തുകയില്ല. പക്ഷേ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ജപമാല കെട്ടിക്കൊടുക്കാനും, അതായത് ആഴ്ചയിലൊരു 30 മേളിൽ ജപമാല കെട്ടി ഞങ്ങൾ ഈ കൃപാസന കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിൽ കൊടുക്കാറുണ്ട്. ആ കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിലെ ബാബു ബ്രദറിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ബാബു ബ്രദർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാറ്റിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനും ദൈവകുമാരനും പരിശുദ്ധ ദൈവപിതാവിനും പരിശുദ്ധ ആത്മാവിനും ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ, അതായത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യതയിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 31-ാം അധ്യായം 3-ാം വചനമാണ് നാം കേട്ടത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സ്നേഹമാണ്. അവസാനമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പം പറഞ്ഞു കേട്ടത്. ദൈവസ്നേഹം നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമുക്ക് യോഗ്യത ഉള്ളതുകൊണ്ടല്ല, നിത്യസ്നേഹത്തിൽ ഒരിക്കലും തീരാത്ത സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ ഒരിക്കലും വിട്ടുകളയുന്നില്ല. വീഴ്ചയിലും തകർച്ചയിലും നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം ക്ഷമയായും കൃപയായും സംരക്ഷണമായും നമ്മുടെ കൂടെയാണുള്ളത്. അമ്മ മാതാവിൻ്റെ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമായാണ് നാം കണക്കാക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന അമ്മയുടെ സംരക്ഷണ വലയത്തിലുള്ള ഒരു ജീവിതമാണ് നാം അനുഭവിക്കുന്നത്, നാം എക്സ്പീരിയൻസ് ചെയ്യണത്. നാം എത്ര അകലെ ആയാലും അമ്മ നമ്മെ ഈശോയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെയാണ് ഈ മകള് റിൻസി ജോസഫും കുടുംബവും ഈശോയുടെ അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞപ്പോഴാണ് ഈ ആലയത്തിൽ എത്താനും ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ പച്ചപ്പുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. അസാധ്യമായ പലതും ഇവർക്ക് മനസ്സിൽ തോന്നി. ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ് ഏതോ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കൃപാസനം അമ്മയെപ്പറ്റി കണ്ടതും പിന്നീട് അവർ അമ്മയെപ്പറ്റി കൂടുതൽ അറിയാനും ഇവിടെ വന്ന് ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ എടുത്ത ഉടനടി 10 ദിവസത്തിനുള്ളിലാണ് ഈ മകൾക്ക് ആദ്യത്തെ ജോലി ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർ പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈശോയും അമ്മയും നടത്തി കൊടുക്കാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. കുടുംബത്തോടെ വീണ്ടും ഇവർ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഹസ്ബൻഡും വൈഫും പിള്ളേരുമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹവും ഈശോയും അമ്മയും നടത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് മക്കളുടെ അഡ്മിഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഈ കുട്ടികളുടെ അഡ്മിഷൻ വേണ്ടിയിരുന്നത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവിടെ എല്ലാ കാര്യത്തിലും ഓൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ക്ലിയറായി കൊടുത്ത് ഇവരെല്ലാ രീതിയിലും പല വ്യക്തികളിൽ കൂടെ ഇവർക്ക് സഹായം നൽകി പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുവാൻ ഇവർ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തിലും പല മെഴുകുതിരിയിലാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് മെഴുകുതിരിയിൽ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയത്തുമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ മകള് വേറൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലിക്ക് പോകാനായിട്ട് എല്ലാ ഡേറ്റും കാര്യങ്ങളെല്ലാം എടുത്തപ്പോഴും
പരിശുദ്ധ അമ്മ ഇവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. 9-ാം തീയതി എന്ന ഡേറ്റ് മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തു. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ഒരു ഡാർക്ക് മൊമെൻറ്റ്സ് ആയിരിക്കാം. ഈശോയെ, അമ്മയും കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം നേരാണോ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമ്മൾ അതിശയിക്കുമ്പോഴും കൺഫ്യൂഷൻ ആകുമ്പോഴൊക്കെ അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഓരോ രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അവരുടെ സാന്നിധ്യം. ഈ മക്കൾക്ക് മെഴുകുതിരിയിൽ 9 എന്ന ഡേറ്റ് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു. ആ 9-ാം തീയതി തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ 9-ാം തീയതി ജോയിൻ ചെയ്തു. ഈ മകളെന്നോട് ഷെയർ ചെയ്തായിരുന്നു, അവിടെ പോയപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാണ് വന്നതെന്നാണ് ഇപ്പോഴും പറഞ്ഞത്. എന്നെ ഉറപ്പിച്ചതാണ് ബട്ടർഫ്ലൈയുടെ കാര്യം. അവിടെ ചെന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന പല രീതിയിലാണ്. കളറുകളിൽ, നമ്പറിൽ, മെഴുകുതിരിയിൽ, സുഗന്ധത്തിൽ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ വന്ന് നമ്മളോട് പറയും ഞാനുണ്ട് കൂടെ എന്ന്. ഈ മക്കളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഓരോ കാര്യത്തിനും അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഓരോ കാര്യങ്ങളിലും അമ്മയോട് പറയാനും മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, പാപത്തിൽ നിന്നാലും, നിരാശയിൽ ജീവിച്ചാലും അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ നമ്മെ തിരികെ ദൈവത്തിലേക്ക് നയിക്കുകയാണ്. ഓരോ വഴികൾ, പുതിയ വഴികൾ കാണിച്ചു തരികയാണ് അമ്മ മാതാവ് നമ്മുടെ കൂടെ നിന്ന്. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ കൈവിടില്ല. നാം ദൈവത്തിന് വിലപ്പെട്ടതാണെന്നാണ് നമ്മുടെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവസ്നേഹം ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹമാണ് അമ്മ മാതാവും. ആ സ്നേഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. പത്രം പല ലാംഗ്വേജിലും മേടിച്ച് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് കൂടെ നിന്ന ഒരു കൂട്ടുകാരന് സൂയിസൈഡിൻ്റെ വക്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മകൻ്റെ പേര് ഫോണിൽ വന്നത്. അത് വന്ന ഉടനെ ഈ മകൾക്ക് എന്തോ ഒരു വ്യത്യാസം. അമ്മ മാതാവ് പറഞ്ഞതുപോലെ ഈ ഫോണിൽ വന്ന പേരനുസരിച്ച് അവർ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആ മകന് 2ാമത്തെ അറ്റംപ്റ്റിലായിരുന്നു. പിന്നീട് ഇവർക്ക് കാണിച്ചു കൊടുത്തത് 50 എന്നൊരു നമ്പറായിരുന്നു. ആ നമ്പറാണ് ഇവർക്ക് ഈ മകന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയത്താണ് ഇവരെ കുടുംബത്തിനെ സഹായിച്ച് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഈ മകനെ കരകയറ്റിയത്. പിന്നീട് ആ കുടുംബവും ഒരു ഡൈവോഴ്സിൻ്റെ വക്കിൽ നിന്ന കുടുംബത്തെ വീണ്ടും അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് വേറൊരു റിലീജിയനിൽ പെട്ടതായിരുന്നു, വേറൊരു മതത്തിൽ പെട്ടതായിരുന്നു. പക്ഷെങ്കിൽ ആ തക്ക സമയത്ത് കിട്ടിയ ആ സഹായം, ഈ മകൻ്റെ ഫോണിൽ വന്ന പേര്, ഇതും അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത് തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഒന്ന് കരകയറ്റി കൊടുക്കുവാനും അമ്മ മാതാവ് അവരുടെ ജീവിതത്തിലും ഇടപെടുന്നതായിട്ടാണ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവർ ഈ കുടുംബത്തെയും മുന്നോട്ട് നയിച്ച് ആ കുടുംബങ്ങളോട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാനും അമ്മ മാതാവിനെ അറിയാനും സാധിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബവും അവരോട് സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് തന്നെ അനുഭവിക്കുന്ന, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നമുക്കൊരു പുതിയ വെളിച്ചം കൊടുക്കുവാനായിട്ട്, പ്രകാശം കൊടുക്കുവാനായിട്ട് ഈശോയും അമ്മയും നമ്മളെ സഹായിക്കും. നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. നമ്മുടെ അനുഭവത്തിൽ കൂടെ മറ്റുള്ളവരുടെ വിശ്വാസം കൂടുതൽ തീക്ഷ്ണപ്പെടുത്തുവാനും മറ്റുള്ളവരെയും ഈശോയിലെ അമ്മയിലേക്ക് അടുക്കുവാനും അവർക്കൊരു നല്ല ജീവിതം നയിക്കുവാനും അവരെ സഹായിക്കാനും ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു. പിന്നീട് ഒരു കാശ്രൂപമാണ്. മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ മാതാവ് തന്നെ കാശ്രൂപം, അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോഴത്തേന് മാതാവ് വരികയും പോവുകയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്ന പല രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിശ്വാസം അനുഭവമാക്കി തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവരും ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസം ഒരു അനുഭവമായി മാറ്റി. അമ്മ മാതാവ് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നാണ്. നമുക്കും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശേഷവിധിയായിട്ട് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ എന്താണ് ഈശോയ്ക്കും അമ്മയ്ക്കും ചെയ്യാറുള്ളതെന്ന്. ഈ മക്കൾ പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. ഈ 4 കുട്ടികളായിട്ടാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളെ കൂടെ നിർത്തി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ കൊന്ത കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ഒരാഴ്ചയിൽ 30 കൊന്ത കെട്ടി കൊടുക്കുന്നത്. അത് മാതാവിനുള്ള സ്നേഹം കാരണമാണ്. ഇവർക്കൊന്നും കിട്ടാനല്ല, ഒന്നും ലഭിക്കാനല്ല, പക്ഷേ ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം കാണാൻ ഇവർ ആ കൊന്ത കെട്ടി അവർ കാണിച്ച് ദൈവത്തിന് കൊടുക്കുന്നത്. ഈ 4 കുട്ടികളായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന അച്ഛനും അമ്മമാരോടും ചോദിക്കാറുണ്ട്, മക്കൾ ഉടമ്പടി എടുത്തുവെന്ന്. ഇല്ല സിസ്റ്റർ, അവർ സമയമില്ല, അവർ കുവൈറ്റിലാണ്, അവർ സൗദിയിലാണ്, അവർ അയർലൻഡിലാണ്, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല.
ഇങ്ങനെയാണ് പല പേരൻസും പറയാറുള്ളത്. പക്ഷേങ്കിൽ ഈ പേരൻസ് ഞാൻ ഒരു ഡിഫറെൻറ്റ് പേരൻസായിട്ട് എനിക്ക് തോന്നിയത്, അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ കൊന്ത കെട്ടുന്നത്? പിള്ളേർ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കൊന്ത കെട്ടുന്നത്, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൊന്ത കെട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കുള്ള സ്നേഹം വെറുതെ അല്ല, ഓരോ കാര്യത്തിലും ഇവർ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന, കൂടെ നടക്കുന്ന അമ്മയെ കാണുന്നത് ഇവരിങ്ങനെയൊക്കെ വിശേഷവിധിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ മറക്കാതിരിക്കും ഇവരുടെ കാര്യങ്ങളും. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മ സ്വന്തം അമ്മയോട് പറയുന്ന പോലെയാണ് ഇവർ പറഞ്ഞ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അനുഗ്രഹം വർഷിക്കുന്നത്. സമയമില്ല എന്ന് പറയുന്നത് സ്നേഹമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഈശോയോടും അമ്മയോടും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തും. സ്നേഹത്തിലാണ് അമ്മ മാതാവ് നമ്മെ നയിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും സമയങ്ങളിൽ ദൈവം അകലെ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമുക്കും ഓർക്കാം, ദൈവം പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിത്യസ്നേഹത്തിൻ്റെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കൃപാസനം അമ്മ ആ സ്നേഹത്തിലേക്കാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും റിൻസി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.